ഹലോ ഹായ് എവരി വൺ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സാം, അതാണ് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാം. സോ ആ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ എക്സാം ഡേറ്റുകളിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് കുറച്ച് ജില്ലകളുടെ എക്സാം ഡേറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് നിലവിലെ നമ്മുടെ PSCയുടെ സെപ്റ്റംബർ മാസത്തെ റിവൈസ്ഡ് കലണ്ടർ പ്രകാരം ഒരു പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നോക്കിയടാ, റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതായത് കാറ്റഗറി നമ്പർ 571/2025 VFA എക്സാമിന്റെ തസ്തികയുടെ തിരഞ്ഞെടുപ്പിലേക്ക് തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, ഒന്നുകൂടി പറയാം, തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, ഈ 5 ജില്ലകളിലേക്കുള്ള OMR എക്സാം നടക്കുന്നത് സെപ്റ്റംബർ 19 ആയിരിക്കും. അതേപോലെ ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂര്, കോഴിക്കോട്, കാസർഗോഡ്, ഈ 5 ജില്ലകളിലേക്ക് അല്ലേ, ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂര്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ OMR എക്സാം നടക്കുക ഒക്ടോബർ 17 സോ ഇതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ കഴിഞ്ഞിട്ടില്ല, ഒരു അപ്ഡേറ്റ് കൂടി ഉണ്ട്. കൊല്ലം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ, ഈ 4 ജില്ലകളിലെ എക്സാം നടക്കുന്നത് ഒക്ടോബർ 31 കേട്ടോ. സോ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. ഈ ജില്ലകളിലേക്ക്, കാരണം 14 ജില്ലകളിലാക്കി നടക്കുന്ന എക്സാം ആണ് VFA എന്ന് പറഞ്ഞത്. കാരണം ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് നടക്കുന്ന ഒരു എക്സാം ആണ് VFA എക്സാം. സോ വ്യത്യസ്ത തീയതികളാണ് ഇത്തവണ VFA എക്സാം നടക്കാൻ പോകുന്നത്. സോ ഒന്ന് ശ്രദ്ധിക്കുക. ടോട്ടൽ 3 തീയതികളിലാണ് എക്സാം നടക്കുന്നത്. അതായത് തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകൾക്ക് സെപ്റ്റംബർ 19. അതേപോലെ ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകൾക്ക് ഒക്ടോബർ 17. അതേപോലെ കൊല്ലം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ എന്നീ 4 ജില്ലകൾക്ക് ഒക്ടോബർ 31 എന്ത് ചെയ്യുക, എക്സാം നടക്കുക. സോ ഈ ജില്ലകളിലൊക്കെ എന്ത് ചെയ്തത്, അപ്ലൈ ചെയ്തിരിക്കുന്നവരെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നിങ്ങളുടെ എക്സാം ഡേറ്റ്സ് ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ. സെപ്റ്റംബർ 19, ഒക്ടോബർ 17, ഒക്ടോബർ 31 എന്ത് ചെയ്യുന്നുണ്ട്, VFA എക്സാംസ് വരുന്നുണ്ട്. സോ അതാത് ജില്ലകളിൽ അപ്ലൈ ചെയ്തവർ എന്ത് ചെയ്യുക, പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. സോ ഇത്തവണത്തെ കലണ്ടർ അനുസരിച്ച് സെപ്റ്റംബർ മാസത്തെ റിവൈസ്ഡ് കലണ്ടർ ആണ്. സോ സെപ്റ്റംബർ മാസത്തിൽ എക്സാംസ് നടക്കുന്ന ഡിസ്ട്രിക്റ്റിനെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അല്ലെ. അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്കുണ്ട് സെപ്റ്റംബർ 19, അതേപോലെ പത്തനംതിട്ട ജില്ലയ്ക്കുണ്ട്, ഇടുക്കിക്കുണ്ട്, മലപ്പുറം, വയനാട്, ഈ 5 ജില്ലകൾക്കാണ് സെപ്റ്റംബർ 19 എന്ത് ചെയ്യുന്നത്, എക്സാം വരുന്നത്. ബാക്കി ജില്ലകൾക്ക് ഒക്ടോബർ 17 അതേപോലെ ഒക്ടോബർ 31 എന്ത് ചെയ്യുക, എക്സാംസ് നടക്കുക. സോ ആ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാണ്, ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒക്ടോബർ 17 ഒക്ടോബർ 31 എക്സാം ഉള്ളവർ ഇനി എന്ത് ചെയ്യണ്ട, പിന്നോട്ട് വലിയണ്ട. കാരണം എന്താണ്, സെപ്റ്റംബർ കഴിഞ്ഞ അടുത്ത മാസം ഒക്ടോബർ ആണ്. സോ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒന്നും കൂടി സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, കറണ്ട് അഫയേഴ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ഇനിയും എന്ത് ചെയ്യരുത്, ഡൗൺ ആയിട്ടിരിക്കരുത്. കാരണം എന്തേ ഉള്ളൂ, ഒറ്റ എക്സാമേ ഉള്ളൂ VFAക്ക്. സോ മാക്സിമം എന്ത് ചെയ്യാൻ ശ്രമിക്കാതെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച ആ ഒരു VFA എക്സാമിന്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പിൽ എത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ VFA ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, 999 രൂപ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ബാച്ച് ഫീസ് വരുന്നുള്ളൂ. ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബിന്റെ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റിൽ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്യാം. ഓക്കെ, സോ ഇനി വീണ്ടും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.